നോമ്പ് കാലം ക്രിസ്തീയ ജീവിതത്തിൽ വളരെ ആത്മീയമായൊരു യാത്രയാണ്. ഈ കാലഘട്ടം നമുക്ക് ആത്മപരിശോധന, ഉപവാസം, പ്രാർത്ഥന, മാനസാന്തരം എന്നിവയിലൂടെ ദൈവത്തോടുള്ള ബന്ധം കൂടുതൽ ആഴപ്പെടുത്തുവാൻ അവസരം നൽകുന്നു. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശവേദനയും ത്യാഗവും ഓർത്തുകൊണ്ട് നാം നമ്മുടെ ജീവിതം പുതുക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടുകയും ചെയ്യേണ്ട സമയം തന്നെയാണ് നോമ്പ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ചില യൗവനക്കാർ യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് യേശുവിൻ്റെ സന്ദേശം യഹൂദർക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ളവർക്കും കൂടെ ഉള്ളതാണെന്ന് കാട്ടിത്തരുന്നു. യേശു കർത്താവിൻ്റെ ഒരു ഇൻക്ലൂസീവ് നേച്ചർ നമുക്കിവിടെ കാണാം. ഒരു ജനത്തിനു വേണ്ടി മാത്രം വരുന്ന ക്രിസ്തുവിനെയല്ല, എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് കാണാനിടയായിത്തീരും. യേശു പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ഇത് ആത്മീയമായ ഒരു മഹത്തായ സത്യമാണ്. യേശുവിൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും വഴി ലോകത്തിന് രക്ഷ ലഭിച്ചുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ സൂക്ഷിക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. ഇത് നമ്മെ ഓരോരുത്തരെയും വെല്ലുവിളിക്കുന്ന ഒന്നാണ്. നാം ദൈവത്തിനായി ജീവിക്കുമോ, അതോ ലോകസുഖങ്ങൾക്കായി മാത്രം ഒതുങ്ങിത്തീരുമോ? നാം നമ്മോട് തന്നെ ആത്മപരിശോധന ചെയ്യേണ്ട കാലമാണ് ഈ നോമ്പ്. എൻ്റെ ജീവിതത്തിൽ മരിക്കേണ്ട ഗോതമ്പ് കണിക എന്താണ്? ഇന്നെൻ്റെ ലോകത്തിൽ അഹങ്കാരങ്ങളും പാപവും സ്വാർത്ഥതയും നിറയുന്ന ഈ ഒരു ലോകത്തിൽ എൻ്റെ ജീവിതം എൻ്റെ മാത്രമെന്ന് ചിന്തിക്കുന്നവരായി ഞാൻ തീരുമോ? ജീവിതം എൻ്റെ നേട്ടങ്ങൾക്കു വേണ്ടി എന്ന് ചിന്തിക്കുന്ന സമൂഹത്തിൽ അഹങ്കാരം പേറി പാപങ്ങൾ നിറഞ്ഞ സ്വാർത്ഥതയോടെയാണ് പലപ്പോഴും നാം ജീവിക്കുന്നത്. അവിടെ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തുവാനായിട്ട് ഈ നോമ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നത് യൗവനക്കാരെ പോലെ ആത്മീയ തിരച്ചിൽ ആണോ? ഇവിടെ ആത്മീയതയിൽ മാത്രം യേശുവിനെ തേടുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും. ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളൊരു ദൈവം, എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം എൻ്റെ പ്രാർത്ഥനകൾ എന്ന് കരുതുന്ന ഇന്നത്തെ ഈ ലോകത്ത് എൻ്റെ വചനം, എൻ്റെ സ്പിരിച്വൽ ലൈഫ്, അതിനപ്പുറമായി എനിക്ക് എൻ്റെ ദൈവത്തോട് കൂടുതലായി അടുക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതായിരിക്കുന്നു. ദൈവമഹത്വത്തിനായിട്ട് എൻ്റെ ജീവിതം സമർപ്പിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അപ്രകാരം പൂർണ്ണ ബോധ്യത്തോടെ, പൂർണ്ണ ഉറപ്പോടെ നമ്മുടെ ജീവിതത്തെ ദൈവത്തോട് ചേർത്ത് നിർത്തുവാനായിട്ട് ഈ നോമ്പ് കാലത്ത് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ.